കണ്ണിണയായി ഹായ് മൈലാഞ്ചി കൈവിരലായി മുഞ്ചുള്ള മാപ്പിള പാട്ടിന്റെ ഈണങ്ങൾ നീതൊരു പട്ടുറുമാ തങ്കക്കിനാവുകളായി ഹായ് ഹായ് താളത്തിൽ പാടുകയായി മണി മഞ്ചത്തിൽ മൈക്കണ്ണി മഞ്ചത്തിൽ കഞ്ചത്തിൽ പാടുന്ന പാട്ടുറുമാ പട്ടുറുമാലിത് പാട്ടുറുമാ പട്ടുറുമാലിത് പാട്ടുറുമാ പാട്ടുറുമാലിത് പട്ടുറുമാ. നാട്ടുനന്മയുടെ തൂമണം പരന്നൊഴുകുന്ന ഇശൽ താഴ്വരയാണ് പട്ടുറുമ. മാതൃസ്നേഹത്തിന്റെ വാത്സല്യവും ഹാസ്യത്തിന്റെ മീൻപൊടിയുമായി ഈ ഇശൽ കൂടാരം ഉണരുകയാണ്. ഏവർക്കും പട്ടുറുമാലിലേക്ക് സ്വാഗതം. പട്ടുറുമാലിന്റെ ഈ മനോഹരമായ വേദിയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. സജ്ല സലീം, ഫിറോസിക്ക, നജീം അർഷാദ്. പട്ടുറുമാലിലെ പാട്ടുകാർക്ക് താളവും മേളവും ഒരുക്കിക്കൊണ്ട് നമ്മുടെ ഓർക്കസ്ട്ര ടീം. ചിരിച്ചും ചിരിപ്പിച്ചും റൗണ്ടിലേക്ക് എത്തുന്നത് അശ്വതി. അച്യുതിക്കുട്ടി നമ്മുടെ യോധയിലെ റിംപോച്ച വിളിക്കുന്ന പോലെ. എന്താണ് അച്യുതിക്കുട്ടി, നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ. ആണോ? താങ്ക് യു. എന്താണ് കഥാപാത്രം? അതൊരു 18കാരിയെ പിന്നാലെ ഇങ്ങനെ നടക്കണ ഒരു പ്രായമുള്ള കാക്ക. അതാണ് അശ്വതിക്കാണോ 18 വയസ്സ്? എനിക്ക് 18, ഒരു 3 കൂടി കുട്ടി 21. സാരമില്ല, 18 വരത്തുള്ളൂ. എന്തിനാ പറഞ്ഞേ? ഞാൻ 16 പറയുന്നത് വിചാരിച്ചു. ഓക്കെ, അപ്പൊ അശ്വതിക്കുട്ടി നന്നായിട്ട് പാടൂ, ചിരിപ്പിക്കണം കേട്ടോ. അശ്വതി അല്ലേലേ ഭയങ്കര പവർ പാക്ഡ് പെർഫോമൻസിന്റെ ആളാണ്. അപ്പൊ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല, ഞങ്ങളെ സങ്കടപ്പെടുത്തരുത്. ഇല്ല, ഞാൻ എന്റെ മാക്സിമം ശ്രമിക്കും. ഓൾ ദി ബെസ്റ്റ്. ശരി. അല്ല പോക്കരിക്ക, ഏഴാമത്തെ മണിക്കെത്തിയ പറഞ്ഞേരി. അല്ല പോഷേ, നിങ്ങളെ ബീവി ഇപ്പം വരൂന്ന് കാത്തിക്കല്ലേ കാത്തിന്ന് വെറുതെ കൂട്ടല്ലേ പോയാക്ക. എന്തിനാ ബേജാറ്? നിങ്ങളെ ബീവി വരികയല്ലേ, വരുന്നുണ്ട്.
അശ്വതി കുട്ടി ഇഷ്ടപ്പെട്ടു. വിഷമിപ്പിച്ചേ ഇല്ല, നമ്മൾ ത്രൂ ഔട്ട് ചിരിച്ചു. പിന്നെ മുത്തേ ഒന്ന് ചിരിച്ച്. മതി മതി മതി, തിരിച്ചിട്ടോ തിരിച്ചിട്ടോ തിരിച്ചിട്ടോ. ആ, ഇത് ആരുടെ ഐഡിയ ആയിരുന്നു? എല്ലാരെയും ഐഡിയയും കൂടി കൂടിച്ചേർന്നൊരു ഐഡിയ. കൂടിച്ചേർന്ന ഐഡിയ ആണ്. മിക്കവാറും നമ്മൾ യഷാനെയും അബ്ദുൾ റഹ്മാനെയും വേദിയിൽ നിന്ന് ബഹിഷ്കരിക്കുന്നതായിരിക്കും. ഒരു ചാൻസ് കിട്ടി അപ്പം അവർ ചാടി സ്റ്റേജിൽ കയറും. പക്ഷേ എന്താണെങ്കിലും അവര് നിങ്ങൾക്കൊക്കെ തരുന്ന സപ്പോർട്ട് ഇറ്റ്സ് അമേസിങ്. അപ്പൊ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മുടെ യാഷിക്കിന്റെ ഉപ്പയാണ്. യാഷിക്കിന്റെ ഉപ്പയും എപ്പോ സ്റ്റേജിൽ ഒരു ചാൻസ് കിട്ടിയാലും അപ്പ ചാടി കയറും. അതിലേക്കല്ല വിളിച്ചതാ. ഞാൻ കുറെ കഷ്ടപ്പെട്ട് വിളിച്ചതാ. അയ്യോ അങ്ങനെയല്ല, അതിന്റെ സുഖം പോക്കല്ലേ. വിളിച്ചതാ. പിന്നെ ഈ പല്ല് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല തിളങ്ങുന്ന പല്ല, സ്വർണ്ണപ്പല്ല്. അയിമലല്ലേ മയക്കട്. അതും അയിമലാണ് മയക്കണത്. എന്താണെങ്കിലും മയങ്ങിയില്ല. പക്ഷെ ഒരാളെങ്കിലും കിട്ടിയല്ലോ. അതെ, കിട്ടി കിട്ടി. ഇനി നമുക്ക് അശ്വതിയുടെ പെർഫോമൻസിന്റെ ജഡ്ജ്മെന്റിലേക്ക് പോകാം. ഫിറോസിക്ക. സൂപ്പർ, നന്നായിരുന്നു കേട്ടോ, ഗംഭീരായി. PPPI പവർ പാക്ക് പെർഫോമൻസ് വളരെ നന്നായി. ടീം എല്ലാവരും പേരൊന്നും എടുത്ത് ഞാൻ പറയുന്നില്ല. പർദ്ദയിട്ട ആ നിഗൂഢതകൾ നിറഞ്ഞ കണ്ണ്, ഓ നോട്ടം നോക്കി ചിരിക്കണ്ട. അപ്പോ മൊത്തം നന്നായിരുന്നു, അതൊക്കെ നന്നായിരുന്നു. ബിയ്യൻകുട്ടി മാഷയുടെ രചനയാണ്. മാഷ് എഴുതി, മാഷ് തന്നെ ഈണം കൊടുത്ത്, മാഷും ഫസീലത്തയും സംഘമായി പോയിരുന്ന കാലത്ത് ഫസീലത്ത റെക്കോർഡ് ചെയ്ത പാട്ടാണ് അല്ലേ മോളെ? അറിയില്ല ഡീറ്റെയിൽ ഒക്കെ. നന്നായി പാടി കേട്ടോ. ഈ പാട്ട് ഇങ്ങനെ തന്നെയാണ് ഞങ്ങളൊക്കെ കേട്ടിട്ടുള്ളത്. ഈ പാട്ട് പിന്നെ അതിൽ കുറച്ച് ഡയലോഗൊക്കെ എന്ന് പറയുന്നത് അതൊക്കെ ഒരു കാലഘട്ടത്തിൻ്റെ പരിഷ്കാരം എന്ന രീതിയിൽ നമുക്കതിനെ എടുക്കാം അല്ലേ? ഇപ്പോൾ കുട്ടികൾ പെർഫോമൻസിലേക്ക് ആ പാട്ട് വരുമ്പോൾ അതൊക്കെ വരും. നന്നായിട്ട് പാടി. പിന്നെ വേറൊന്നും പറയല്ലേ എനിക്ക്. താങ്ക് യു ഫിറോസിക്ക. നജിമിക്ക. അശ്വതി സൂപ്പർ ആയിരുന്നു കേട്ടോ. നല്ല പറഞ്ഞ പോലെ ഭയങ്കര. പിന്നെ എന്താണ് ഈ ഒരു പെർഫോമൻസ് റൗണ്ടാണ്, അപ്പോൾ അതിന് പറ്റിയൊരു, കാരണം അധികം സംഗതിയില്ല അല്ലേ? പക്ഷെ പാടിയ സാധനം വളരെ നന്നായിട്ട് പാടി. അത് കുഴപ്പമുള്ളൊരു പാട്ടായിരുന്നില്ല, നല്ല സോങ് സെലക്ഷൻ ആയിരുന്നു. പിന്നെ എന്താണ് കാക്ക, ഇത് കാക്കയല്ലേ വാപ്പല്ലേ? പ്രശ്നമാണ് കേട്ടോ. അപ്പൊ ഫേസ്ബുക്കൊക്കെ ഉള്ള കാലമാണ്, ഇതൊന്നും ശരിയല്ല. എന്തായാലും വാപ്പയ്ക്ക് ഒരു കയ്യടി, നല്ലൊരു കയ്യടി കൊടുക്കണം. കാരണം എല്ലാവരെയും സ്വന്തം മക്കളെ പോലെ കരുതുന്നത് കൊണ്ടാണ് ഇപ്പോൾ അശ്വതിയുടെ പെർഫോമൻസ് ആയിട്ട് പോലും അന്ന് കോപ്പറേറ്റ് ചെയ്ത് ഇത്രയും നല്ല രീതിയിൽ ചെയ്ത്. ഹാറ്റ്സ് ഓഫ് ടു യു കേട്ടോ. എന്തായാലും നല്ല പെർഫോമൻസ് ആയിരുന്നു. സൂപ്പർ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു നജിമിക്ക. സജിലത. തകർത്തു പാടിട്ടോ. പിന്നെ ഇതില് എല്ലാരെയും അറിയാം, ആ പർദ്ദക്കാരിയെ മാത്രം അറിയില്ല. അതാരാണ്? എന്റെ ഞാൻ പാടുമ്പോഴേ ആള് വന്നിങ്ങനെ ബുദ്ധിമുട്ടിക്കണെ കാണുമ്പോ അയാൾക്കൊരു ജീവിതം കൊടുക്കാൻ വേണ്ടി നടക്കും. അത് മനസ്സിലായി. അതല്ല, ഞാൻ ശരിക്കും ഈ ക്യാരക്ടർ ആരാണെന്നാ ചോദിച്ചത്. ശരിക്കും പട്ടർമാലിലെ കണ്ടസ്റ്റന്റ് ഒന്നും അല്ലല്ലോ. കണ്ടസ്റ്റന്റ് അല്ല, പക്ഷെ ആള് പറയണ്ട, നാട്ടിൽ ഇറങ്ങാനുള്ളതാണ്. എന്തായാലും അറിയണം. അവൻ തന്നെ പറയട്ടെ അല്ലേ? അത് നമ്മളെ ഷജീർ ഖാന്റെ അനിയനാണ്. പല്ലൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് കാണട്ടെ. പല്ലൊന്നുകൂടെ കാണട്ടെ. എന്ത് ചെയ്തിട്ടുള്ളത് അവിടെ? അത് ലൗലി ചേച്ചിയുടെ വികൃതികളെറ്റാണ്. ആണല്ലേ? ഇവിടുന്ന് കാണുമ്പോഴേ കൊറേ പല്ലുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന പോലെ ഉണ്ട്. അതാണ് ചോദിച്ചത് എത്ര പല്ലുകളുണ്ട്. ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ. നാട്ടുകാർക്ക് ഭയങ്കര എന്താ പറയാ, സപ്പോർട്ട് ചെയ്തതിന് നിങ്ങക്ക് നല്ലതേ പറയുള്ളൂ. ആരും കളിയാക്കൊന്നുമില്ല. അവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു രൂപത്തിലേക്ക് വന്നില്ലേ നീ ഇവിടെ? എന്താണെങ്കിലും നല്ല സപ്പോർട്ടാണ് എല്ലാരും കൊടുത്തത്. ബാപ്പ കലക്കി, പറയേണ്ടതില്ല. ഈ ഒരു വേഷത്തിൽ ഇവിടെ വന്നാൽ ആള് തകർക്കും അല്ലെ? ആ ഒരു റോളിലേക്ക് ശരിക്കും അതാണ് റിയൽ ലൈഫ് എന്നുള്ള ആ ഒരു രീതിയിലേക്ക് പോയിട്ട് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബാപ്പ തന്നെയാണ്. പിന്നെ അശ്വതിയുടെ സിംഗിങ്, ഈ പാട്ട് നല്ലൊരു പാട്ടാണ്, വളരെ ഫേമസ് ആയിട്ടുള്ള. എനിക്ക് തോന്നുന്നു ഈ സ്റ്റേജിൽ തന്നെ കുറേ കണ്ടസ്റ്റൻസ്, ചെറിയ കുട്ടികളാണെങ്കിലും വലിയ ആൾക്കാരാണെങ്കിലും എടുത്ത് പാടിയിട്ടുള്ള പാട്ടാണ്. എല്ലാവർക്കും പരിചിതമായിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള സോങ്. നജീമ പറഞ്ഞ പോലെ തന്നെ
അശ്വതിക്ക് കൂളായിട്ട് പാടാൻ പറ്റുന്നത് മാത്രമല്ല ഭയങ്കര ഇൻട്രാക്ഷൻ ആയിരുന്നു എല്ലാവരുമായിട്ട്. അങ്ങനെ ആയിരിക്കണം പാടുമ്പോഴേ. വലിയ എഫക്റ്റ് ചെയ്തില്ല അശ്വതിയുടെ പെർഫോമൻസ്, പാട്ടിനെ എഫക്റ്റ് ചെയ്തില്ല. കാരണം സിമ്പിളായിട്ട് പാടാൻ പറ്റുന്ന പാട്ടും ആ ഒരു കോമഡിയുടെ ആ ഒരു എഫക്റ്റും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ടോട്ടലി നോക്കുമ്പോൾ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു അശ്വതി. താങ്ക് യു സജ്ലത. ഇനി നമുക്ക് അശ്വതിയുടെ മാർക്സിലേക്ക് പോകാം. ഫിറോസിക്ക ഓൺ 40 37.5. നജിമിക്ക 27 അശ്വതിക്കും 0.5 പാപ്പയ്ക്കും. സജ്ലത 28. അശ്വതിയുടെ ടോട്ടൽ മാർക്സ് 93 out of 100. അപ്പൊ എല്ലാവരും തകർത്ത് പെർഫോം ചെയ്തത് എല്ലാം വർത്ത് വൈലായി. കാരണം നല്ല മാർക്സ് ആണ് കിട്ടിയിരിക്കുന്നത്. ഉപ്പ ഇനി സ്റ്റേജിലൊക്കെ കാണണം കേട്ടോ. ഇങ്ങനെയാണ് എനിക്ക് ആ മാർക്ക് കിട്ടി. എന്താണെങ്കിലും സന്തോഷമായി. പിന്നെ മുത്തേ ചിരിച്ചോണ്ട് പോയി. ഇനി അശ്വതിക്ക് ഒരു ഗിഫ്റ്റും കൂടിയുണ്ട്. അശ്വതിയുടെ ഈ ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് H2O കാഷ്വൽ ഷോപ്സ്. ഉമ്മുൽ മെഹബൂബ റൗണ്ടിലേക്ക് എത്തുന്നു മുബീന കടവത്ത്. റൗണ്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ എല്ലാവരുടെയും ഉമ്മമാരുടെയും അമ്മമാരുടെയും മുമ്പിൽ നിന്ന് അവരെ പറ്റിയിട്ട് പാടുക, അവർക്ക് വേണ്ടിയിട്ട് പാടുക എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് മുബീനയുടെ ഉമ്മ ഇവിടെ എത്തിയിട്ടില്ല. വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, ഒത്തിരി സന്തോഷിക്കേണ്ട ഒരു കാരണം കൊണ്ടാണ് ഇവിടെ എത്താതിരുന്നത്. മുബീന പറയൂ. ഉമ്മ വന്നിട്ടില്ല, കല്യാണത്തിരക്കൊക്കെ ആയിരുന്നു, അപ്പോൾ വരാൻ പറ്റിയിട്ടില്ല. മുബീന കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. ഓക്കെ, അപ്പൊ മുബീനയുടെ കല്യാണം കഴിഞ്ഞു. ഇവിടെ കുറെ പ്രാവശ്യം മണവാട്ടിയായിട്ട് മൈലാഞ്ചി മൊഞ്ചുള്ള റൗണ്ടില് വന്നപ്പോ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ശരിക്കും പട്ടുറുമാലില് നമ്മൾ അത് ഇങ്ങനെ ആഘോഷിക്കും എന്നുള്ള കാര്യം. കല്യാണത്തിന്റെ സന്തോഷങ്ങളൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ പോലും ഉമ്മ ഇവിടെ ഇല്ല. പക്ഷേ മുബീനയുടെ ഉമ്മ ഇവിടെ ഇല്ലെങ്കിൽ കൂടിയും ടിവിയിൽ കൂടെ ഇത് കാണുന്നുണ്ട് എന്ന് നമുക്കറിയാം. മുബീനയുടെ ഉമ്മയ്ക്ക് വേണ്ടിയിട്ട് ഖൽബിൽ നിന്നും എന്തൊക്കെയാണ് മുബീന കുട്ടി പറഞ്ഞിട്ടുള്ളത് നമുക്ക് കേൾക്കാം. അസ്സലാമു അലൈക്കും ഉമ്മ. എൻ്റെ ഉമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആൾ ഭയങ്കര സ്വീറ്റാണ്. പിന്നെ ഏത് സാഹചര്യത്തിലും എപ്പോഴും ചിരിച്ചുകൊണ്ടാണ് ആൾ. എന്നെപ്പോലെയല്ല, ഞാൻ എന്താ പറയുക, സങ്കടമൊക്കെ വന്നാൽ പെട്ടെന്ന് കരയും. പക്ഷെ ഉമ്മ എപ്പോഴും ചിരിച്ചുകൊണ്ടാണ്. ആ ചിരി മതി എൻ്റെ സങ്കടങ്ങളൊക്കെ എന്നിൽ നിന്ന് ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ ലൈഫിൽ ഏറ്റവും മറക്കാൻ പറ്റാത്തൊരു സംഭവമുണ്ട്. എന്നെ ഉമ്മ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈമിൽ ഉമ്മയ്ക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റിയിരുന്നു, ജീപ്പിൽ നിന്ന് വീണിരുന്നു. പിന്നെ അതിനുശേഷം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പം എനിക്കൊരു കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അന്ന് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ലെവലിൽ എത്തില്ലായിരുന്നു, ഞാൻ തന്നെ ഉണ്ടാവില്ലായിരുന്നു. ഉമ്മ കരയുമ്പോഴും ഞാൻ അത് മൈൻഡ് ചെയ്യാതെ ഇരിക്കുകയാണ് ചെയ്തിരുന്നത്. കാരണം എനിക്കും ഭയങ്കര അതൊരു ഫീൽ ചെയ്യും. ഈ പാട്ട് ഞാൻ എൻ്റെ ഉമ്മയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഉമ്മയ്ക്ക് ഈ പാട്ട് എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഐ ലവ് യു ഉമ്മ.
പാടി കഴിഞ്ഞിട്ട് ഞാൻ ആ സീറ്റിൽ തന്നെ ഇരിക്കായിരുന്നു. മുബീന കുറച്ചും കൂടെ പാടും എന്നുള്ളൊരു പ്രതീക്ഷയില്. കാരണം അത്ര സ്വീറ്റ് ആയിരുന്നു മുബീന. മുബീനയുടെ ഉമ്മയ്ക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമേ ഇല്ല. എന്താണെങ്കിലും നമ്മുടെ ജഡ്ജസിന് ഇഷ്ടപ്പെട്ടോ എന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. സജ്ലത, ഇന്നൊരു പ്രത്യേക സന്തോഷം ഉണ്ടല്ലോ മുഖത്ത്. ഉമ്മാക്ക് വേണ്ടി പാടിയത് കൊണ്ടാണോ അതോ കല്യാണം കഴിഞ്ഞത് കൊണ്ടാണോ? രണ്ടും ഉണ്ട്. എവിടെയാണ് ഹസ്ബൻഡ്? എവിടെയാണ് ഹസ്ബൻഡ്? വയനാട് തന്നെയാണ്, കൽപ്പറ്റ. പേര്? സിദ്ദീഖ്. എന്തായാലും ആ കല്യാണത്തിന്റെ മൊഞ്ചൊക്കെ ഇന്ന് ആ ഡ്രസ്സിലും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് ഉമ്മാക്ക് വേണ്ടി പാടിയത് കൊണ്ടായിരിക്കാം. ഉമ്മ ഇവിടെ ഇല്ല, ശരിക്കും പറഞ്ഞാൽ ഉമ്മാക്ക് വലിയൊരു മിസ്സായിരിക്കും. കാരണം എപ്പോഴും ഉമ്മയല്ലേ കൂടെ വരാറ്. അതെ. ഇന്നൊരു വലിയൊരു മിസ്സായി പോയി അല്ലേ? പക്ഷെ സാരിയില്ല, എന്തായാലും കല്യാണത്തിന്റെ ആ ഒരു തിരക്കൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം ഉമ്മ വരാഞ്ഞത്. ഉമ്മാക്കും ഹസ്ബൻഡിനും ഇരിക്കട്ടെ അല്ലെ ഈ ഒരു ഗിഫ്റ്റ്. അതെ. എന്തായാലും മുബീനയുടെ സിംഗിങ് പറയുകയാണെങ്കിൽ മുബീന നന്നായി തന്നെ പാടിയിട്ടുണ്ട്. നല്ല റേഞ്ചിലാണ് പാടുന്നത്. ഭയങ്കര കേൾക്കാൻ ക്ലീൻ വോയിസ് ആണ്. കേൾക്കാൻ നല്ല സുഖമുണ്ട് മുബീന. പറയത്തക്ക വലിയ മിസ്റ്റേക്സ് ഒന്നും ഇല്ല, എന്നാലും കുഞ്ഞു കുഞ്ഞു പെർഫെക്ഷൻ കുറവ് ഒഴിച്ചാൽ നല്ലൊരു സിംഗിങ് തന്നെയായിരുന്നു ഇന്ന്. നന്നായി പാടി കേട്ടോ. താങ്ക് യു. മുബീനയുടെ ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇത് മേടിച്ചു കൊടുത്തത് ആരാന്ന് പറയും? ഹസ്ബൻഡാണ് മേടിച്ചു കൊടുത്തത്. അതാണ് ആ എക്സ്ട്രാ സ്പെഷ്യൽ ഒരു തിളക്കം. ഇനി ഫിറോസിക്ക, പാട്ട് ഇഷ്ടമുള്ള ഒരു ഹസ്ബൻഡിനെയാണ് കിട്ടിയത് അതെ. അല്ലേ? ഒരു വലിയ കാര്യം. സിംഗറാണ് ഹസ്ബൻഡ്. സിംഗർ, പ്രൊഫഷണലി ഹീസ് എ സിംഗർ അതോ പാടും എന്നാണോ? അല്ല അല്ല, സിംഗർ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ചാനലിൽ ചെയ്തിട്ടുണ്ട്. ആണോ? അല്ലേ? ശരി ശരി, നല്ല കാര്യം. അപ്പം മോള് നന്നായി പാടി മനോഹരമായിട്ട് പാടി. ഒരുപാട് ഷോകളിൽ വന്ന പാട്ടാണ്, ഞങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ പതിഞ്ഞ ഒരു പാട്ടാണ്. നന്നായിട്ട് തന്നെ പാടി. ഞാൻ ഹൈ ഒന്ന് പേടിച്ചിരുന്നു. മോള് ഹൈയിലേക്ക് പോകുന്ന സമയത്ത് എന്താവും എന്നൊരു ഭയമൊക്കെ ഉണ്ടായിരുന്നു. പാട്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഉണ്ടാവുമല്ലോ, നിങ്ങളെക്കാൾ പേടി ഞങ്ങൾക്കാണ് പലപ്പോഴും കുട്ടികൾ പാടുന്നതിന്. അതെ, അപ്പൊ അത് ഹൈ ഒക്കെ എത്തിച്ചു പാടി. അതിൽ ആ എൻഡിലൊരു സംഗതി പാടിയതൊക്കെ ഭംഗിയായിട്ട് പാടി എല്ലാ സ്ഥലത്തും കേട്ടോ. പിന്നെ നല്ല വരികൾ അല്ലേ, പൈതങ്ങളുടെ വിളികളില്ലാത്ത വീടുകൾ എന്നൊക്കെ ഉണ്ടാവില്ല അല്ലേ, അതൊക്കെ വലിയൊരു കൺസെപ്റ്റാണ് അല്ലേ. നമ്മൾ അതിനൊക്കെയുള്ള ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് മാത്രമേ പ്രാർത്ഥിക്കാനുള്ളൂ. കുട്ടികളില്ലാത്തൊരു വീടിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല. ചില ഭാര്യ ഭർത്താക്കന്മാരൊക്കെ പരസ്പരം ചോദിക്കും എത്ര കാലം മുഖത്തോട് മുഖം നോക്കിയിരിക്കുമെന്ന് അല്ലേ. അതൊരു ചോദ്യമാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ, കുട്ടികളില്ലാതെ വന്നാൽ. അപ്പോൾ എല്ലാവർക്കും അതിനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. പിന്നെ മാതൃകാ ഭാര്യയല്ലേ, മാതൃകാ ഭാര്യ എന്താണെന്നൊന്ന് പാടിത്തരണോ? പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ, ദുഃഖത്തിൻ മുള്ളുകൾ പൂവിരൽ തുമ്പിനാൽ പുഷ്പങ്ങളാക്കുന്നു ഭാര്യ, കണ്ണുനീർത്തുള്ളിയിൽ മഴവില്ലു തീർക്കുന്ന സ്വർണപ്രഭാമയി ഭാര്യ. പിന്നെയാണ് കാര്യത്തിൽ മന്ത്രിയും കർമ്മത്തിൽ ദാസിയും രൂപത്തിൽ ലക്ഷ്മിയും ഭാര്യ. ഇതൊക്കെ ആവോ? അതോ ഞാൻ ഈ പറഞ്ഞതൊക്കെ വെറുതെ ആവോ? ഇതൊക്കെ തമാശയാണ് കേട്ടോ. ഇതൊക്കെ വീട്ടിൽ പാടാറുണ്ടോ? അത് എന്നോടൊരു ചോദ്യമല്ലേ, ഇങ്ങനെയൊക്കെ ആണോ എന്നല്ലേ. പിന്നെ മോളോട് ഞാൻ പറയുന്നത് ചട്ടിയും ഞങ്ങളുടെ നാട്ടിൽ പറയും ചട്ടിയും കലവും ആവുമ്പോ തട്ടിയും മുട്ടിയും ഇരിക്കും. അതാങ്ങനെ ഇരിക്കട്ടെ. ഇൻവെർട്ടഡ് കോമേജ്. നല്ല കുടുംബജീവിതം നയിക്കാൻ മോൾക്ക് കഴിയട്ടെ. നജീമിക്ക ചോദിച്ച ചോദ്യം കുറച്ച് നാള് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചും നജീമിക്കയോട് ചോദിക്കുന്നതായിരിക്കും. താങ്ക് യു ഫിറോസിക്ക. നജീമിക്ക, കൺഗ്രാറ്റ്സ്. താങ്ക് യു. വിഷുവാണ്. വിഷു എ ഹാപ്പി മാരീഡ് ലൈഫ് ആദ്യം തന്നെ. പിന്നെ പാട്ട് നല്ലൊരു പാട്ടായിരുന്നു, നല്ലൊരു സോങ് ആയിരുന്നു. പക്ഷെ എന്താ പറയുക, വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു പാട്ടാണ് ഇത്. കാരണം അധികം കോംപ്ലിക്കേറ്റഡ് അല്ല, പെട്ടെന്ന് പാടി ഫലിപ്പിക്കാൻ പറ്റുന്നൊരു പാട്ടാണ് സെലക്ട് ചെയ്തത്.
പിന്നെ എന്തായാലും വീട്ടിലിരിക്കുന്ന ഉമ്മയ്ക്ക് നല്ലൊരു സമ്മാനം തന്നെയാണ്. കാരണം വളരെ നല്ല രീതിയിലാണ് മുബീന പാടിയത്. ഓക്കെ, നല്ല വോയിസ് ആണ്, പാടുമ്പോൾ നല്ല ത്രോയാണ് വോയിസ്, നല്ല ചെവിക്കകത്ത് തന്നെ തീർക്കൊള്ളുന്നുണ്ട്. അപ്പം നല്ല അതൊരു ഗുഡ് ക്വാളിറ്റിയാണത്. പിന്നെ അനുപല്ലി പാടിയപ്പോൾ ഒരു സംഗതി കൈവിട്ടുപോയി. കാരണം ദുഃഖമുണ്ടോ എന്ന് പറഞ്ഞ സ്ഥലത്തെ അന്ന് പാടാൻ ഇപ്പം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നേരത്തെ പാടിയപ്പം സ്ലിപ്പായിപ്പോയി കുറച്ച്. ബാക്കി എല്ലാം ഓക്കെയാണ്, ബാക്കി എല്ലാം സൂപ്പർ ആയിട്ടുണ്ട്. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു നജീമിക്ക. ഇനി മുബീനയുടെ മാർക്സിലേക്ക് പോകാം. സജ്ലത 28.5. ഫിറോസിക്ക പുതുനാരിക്ക് ഓൺ 40-38. താങ്ക് യു നജീമിക്ക. മുബീനയ്ക്ക് ഔട്ട് ഓഫ് 30 27.5. മുബീനയുടെ ടോട്ടൽ മാർക്സ് 94 ഔട്ട് ഓഫ് 100. മുബീന, അടിപൊളി ഗിഫ്റ്റ് ആണ് മുബീനയ്ക്ക് കിട്ടിയിരിക്കുന്നത്. ഇത്രയും നല്ല മാർക്സും നല്ല നല്ല കമന്റ്സും എല്ലാവരുടെയും വിഷസും പിന്നെ നമ്മുടെ ഫിറോസിക്കയുടെ വക ഒരു സ്പെഷ്യൽ പാട്ടും കിട്ടി. മുബീന, ഓൾ ദി ബെസ്റ്റ്. മുബീനയുടെ കല്യാണത്തിന്റെ വിഷസും ഇനി വരാൻ പോകുന്ന പെർഫോമൻസസിന് ഓൾ ദി ബെസ്റ്റുമായിട്ട് ഫോർ വിഷ് ബെഡ്സ് നൽകുന്ന ഈ ഗിഫ്റ്റ്. എല്ലാവരും ഇവിടെ ചിരിക്കാൻ റെഡിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ചിരിച്ചും ചിരിപ്പിച്ചും റൗണ്ടിലേക്ക് ചിരിപ്പിക്കാനായിട്ട് എത്തുന്നത് ഷഫീഖ്. ഞാൻ ഇത്രയും മനോഹരമായി ചിരി 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഷഫീഖ് എന്താ ചിരിക്കാത്തെ? പാടിയിട്ടേ ചിരിക്കത്തുള്ളൂ. അപ്പൊ ചിരിയൊക്കെ സേവ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പാട്ട് പാടുന്ന സമയത്തിന് വേണ്ടി. ഷഫീഖ് ചിരിക്കണം കേട്ടോ, എന്നാലേ നമുക്ക് ആ ഒരു ഫീല് കിട്ടത്തുള്ളൂ. ഷഫീഖ്, അപ്പൊ ഈ റൗണ്ടിൽ ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? സീറോ ബാബുക്ക മ്യൂസിക് ചെയ്ത സിയോ ആൻഡോ പാടിയൊരു നല്ലൊരു സോങ്. അപ്പോ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ പട്രുമാൽ ടീം ഉണ്ട്. എല്ലാ തയ്യാറെടുപ്പുകളോടും കൂടിയിട്ടാണ് ഷഫീഖ് ഇവിടെ എത്തിയിരിക്കുന്നത്, ചിരിക്കാനും ചിരിപ്പിക്കാനും വേണ്ടിയിട്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കയ്യൻ പോക്കരുകാക്കാ ചിട്ടിക്കാരി പാത്തുമ്മാനെ തോണ്ടീനും തൊണ്ടിയിലാന്നും വയ്യിൽ വെച്ചൊരു വിത്താരം. പത്തിക്കയ്യൻ പോക്കരുകാക്കാ ചിട്ടിക്കാരി പാത്തുമ്മാനെ തോണ്ടീനും വയ്യിൽ വെച്ചൊരു വിത്താരം. ചെവിയൻ വീരാവൂനത് ഹാലു പിടിപ്പിച്ച് മൊയിലൻ മമ്മത് കാര്യം കേട്ട് മീശ വിറപ്പിച്ച് അവർ വാത്തുന്റെ മുഹബത്തിൽ ചീട്ടുവാങ്ങാൻ പണ്ടേ കാത്തിരിക്കുന്ന രണ്ട് സുജായിമാര്. കള്ളിമുണ്ടും വെള്ള ഷർട്ടും അവർ കട്ടാമോതിരമൊന്നും തുർക്കി തൊപ്പിയുമിട്ട് നടക്കും പോക്കരിക്കാക്ക. നാട്ടിൽ ഒജ്ജത്തുള്ള കുറേശിയാണ് ബടക്കനിക്കാക്ക. പത്തിക്കയ്യൻ പോക്കരുകാക്ക ചിട്ടിക്കാരി പാത്തുമ്മാനെ തോണ്ടിയില്ലാന്നും വയ്യിൽ വെച്ചൊരു വിത്താരം. പാത്തുമ്മാക്കും കൊതിയുണ്ട്, പോക്കരിൽ ചെറു കണ്ണുണ്ട്.
ഐഷുമാക്കും കൊതിയുണ്ട്, പോക്കറിൽ ചെറു കണ്ണുണ്ട്, അത് ഐഷുമാക്കും പിടിയുണ്ട്, അവൾ അറിഞ്ഞതിൽ ഗുലുമാലുണ്ട്. ഐഷുമാക്കും പിടിയുണ്ട്, അവൾ അറിഞ്ഞതിൽ ഗുലുമാലുണ്ട്. ആളുകൾ അനവധി ഓടിക്കൂടി പായി തോന്നിയതുൽ മുമ്പാടി അരശണ്ടക്ക് ജിഹാദ് വിളിച്ച് അവസാനം വളഞ്ഞി തിരിച്ച പോലെ മുഖം വളിച്ച് കാക്ക വിളഞ്ഞോളെ കെട്ടാൻ തന്നെ തീരുമാനിച്ച്. അപ്പോ തീരുമാനിച്ച് വിളഞ്ഞി തിരിച്ച പോലെ മുഖം വളിച്ച് കാക്ക വിളഞ്ഞോളെ കെട്ടാൻ തന്നെ തീരുമാനിച്ച്. അപ്പോ ബിരിയാണി വഹിച്ച പോലെ മുഖം വെളുത്ത്, ബിരിയാണി വഹിച്ച പോലെ മുഖം വെളുത്ത്, പാത്തു കരിനീല കണ്ണ് കൊണ്ട് കടുവറുത്ത്. തോണ്ടീന്നും ആ തോണ്ടിയില്ലാന്നും, തോണ്ടീന്നും തോണ്ടിയില്ലാന്നും വയല് വെച്ചൊരു വിത്താരം. ഇപ്പോഴല്ലേ മനസ്സിലായത് ഈ കഥയിലെ ശരിക്കുള്ള വില്ലൻ ഒരു വില്ലനല്ല, ഒരു വില്ലത്തിയാണെന്ന്. പാവം പോക്കറിക്കാക്ക. എന്തെന്നാ ഞാൻ വിചാരിച്ചു എല്ലാ പ്രാവശ്യത്തെയും പോലെ ഏഷ്യാന് വീണ്ടും അടികൊള്ളും എന്ന്. പക്ഷെ ഭാഗ്യത്തിന് ഈ പ്രാവശ്യം പെണ്ണിനെ കിട്ടി. അല്ല കൈപ്പ് താത്തി വെച്ചോ. ഇപ്പോഴും ക്യാരക്ടറിലാണ് പോക്കറിക്കാക്ക. പിന്നെ ഷഫീഖെ ഇഷ്ടപ്പെട്ടു. ഒരു കഥ കേൾക്കുന്ന പോലെ ഉണ്ടായിരുന്നു ഷഫീഖിന്റെ പാട്ടും ബാക്കിലുള്ള ഈ നമ്മള് ചിത്രകഥയൊക്കെ വായിക്കത്തില്ലേ, ആ നറേഷനും ഡയലോഗും അതിന്റെ കൂട്ടത്തില് കുറെ ചിത്രങ്ങളും ശരിക്കും അതുപോലെ ഉണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് ജഡ്ജസിന്റെ കമന്റ്സിലേക്ക് പോവാം. ഫിറോസിക്ക ഒടുക്കം എന്തായിപ്പോ പിടിവിട്ട് അല്ല എന്തൊക്കെയാ സംഭവിച്ചത്? മാല കണ്ടു രണ്ടാളെ കഴുത്തിലും, അതങ്ങോട്ട് നടന്നു. കൈ ശരിയാക്കില്ലേ? നന്ദിനി പറഞ്ഞ പോലെ അവിടെ തന്നെ നിൽക്കുകയാണ്. വളരെ വളരെ പ്രശസ്തമായ ഒരു പാട്ടാണ്. ശ്രീമൂലനഗരം വിജയൻ സാർ എഴുതിയിട്ട് സീറോ ബാബുക്ക സംഗീത സംവിധായകനായ പാട്ടാണ്. പക്ഷെ അദ്ദേഹം കോമഡി പാട്ടിൽ മലയാളത്തിൽ ഒരുപാട് പാട്ടുകൾ, സിയാൻഡോ ചേട്ടനും ഞാൻ എവിടെയോ പറഞ്ഞു, അത് സിയാൻഡോ ചേട്ടനും സീറോ ബാബുക്കയും മെഹബൂബ് ബായിയുമാണ് ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കോമഡി പാട്ടുകൾ പാടുന്നത്. അതിൽ എനിക്ക് തോന്നുന്നു മെഹബൂബായിയാണ് ഏറ്റവും മേലെ. സീറോ ബാബുക്ക് ഒരുപാട് പാടിയിട്ടുണ്ട്. സംഗതി കുഴഞ്ഞല്ലോ തലയൊക്കെ കറങ്ങണ് പടച്ചോനെ. അദ്ദേഹം ഏകദേശം അവസാന ഇപ്പോഴും ആൾ ജീവിച്ചിരിപ്പുണ്ട്, നമ്മുടെ ഒപ്പം ഉണ്ട്. ഏകദേശം പാട്ടിൽ നിന്ന് പിൻവാങ്ങുന്നതിന്റെ ഒരു സമയത്ത്, പാട്ടുകൾ കുറച്ച് പാടുന്ന ഒരു സമയത്ത്. സീറോ ബാബുക്കന്റെ ബന്ധു കൂടിയാണ്. സീറോ ബാബുക്കയുടെ റിലേറ്റീവ് ആണോ? ബാബുക്ക് എടുത്തതാണോ പാട്ട്? അതെ അതെ. പറയണ്ടേ, ആദ്യം സംഗതി കുഴഞ്ഞല്ലോ എന്നുള്ള പാട്ടാ എടുത്ത്. ഒന്ന് പാടി ഞാൻ ഒന്ന് കേൾക്കട്ടെ. അത് ബാബുക്കയുടെ ഒരു ഓർമ്മ, വലിയ ഗായകനാണ്. സോങ്സ് ആന്ന് പറഞ്ഞോണ്ട് മാറ്റി. സംഗതി കൊഴഞ്ഞല്ലോ തലയൊക്കെ കറങ്ങണ് പടച്ചോനെ, മേലാൽ ഞാനില്ലി പുളി വെള്ളം കുടിക്കുവാൻ ചെങ്ങാതി, ഏഴാം കടലിനക്കര ചെന്നത് തീവെള്ളം വാങ്ങാനോ, ഫോറിനെന്നാരാനും ചൊന്നാനോ, സംഗതി കൊഴഞ്ഞല്ലോ തലയൊക്കെ കറങ്ങണ് പടച്ചോനെ എന്നാണ് ഈ പാട്ട്. ഭയങ്കര രസമായിട്ട് ബാബുക്ക് പാടിയിട്ടുണ്ട്. അപ്പോൾ ബാബുക്ക് ഈണം കൊടുത്ത് അദ്ദേഹത്തിൻ്റെ വലിയ ഇഷ്ടപ്പെട്ട ആളായിരുന്നു ആൻഡോ ചേട്ടൻ. അവർ തമ്മിൽ വലിയ സുഹൃത്തുക്കളുമായിരുന്നു. ആൻഡോ ചേട്ടൻ പാടിയ പാട്ടാണ് അല്ലേ? പിന്നെ എവിടെയോ ഒന്ന് ശരിക്കൊരു മിസ്റ്റേക്ക് വന്നോ അല്ലേ? ലാസ്റ്റ് വന്നു, 2 വരി വിട്ടുപോയി അല്ലേ? പാടി വെച്ചിട്ട് പിന്നെ പത്തിക്കയ്യം പോക്കര് കാക്ക ചിട്ടിക്കാരി പാത്തുമ്മാനെ വിട്ടിട്ട് ഏതാ പാടിയത്? തോണ്ടിന്നും തോണ്ടിയില്ലാന്നും അവിടെ മുതലാ പാടിയത്. പക്ഷെ എന്തിനാ അങ്ങനെ പാടിയത്? പാടായിരുന്നല്ലോ. ഒരു ബാർ അങ്ങനെ കടന്നു പോകുന്നല്ലേ ഉള്ളൂ അല്ലേ? ഋതു ഒരു ബാർ അങ്ങനെ പോവും, എന്നാലും ചുറ്റിക്കാരൻ പാടും. ഇത് ലൈവല്ലേ നമ്മൾ പാടുന്നത് അല്ലേ? പാടാമായിരുന്നു അവ കേട്ടോ. അത് വിട്ടിട്ടാ പാടിയത്. അപ്പോൾ അവിടെ എന്തോ ഒരു പെർഫെക്ഷൻ കുറവ് പോലെ തോന്നിയെന്നേ ഉള്ളൂ. എന്നാലും നന്നായിട്ട് തന്നെ പാടി, മോശമില്ലാതെ പാടി. പിന്നെ ഷഫീഖിനെ സംബന്ധിച്ചൊരു കോമഡിയുടെ ചൊവ കൊണ്ടുവരാൻ കുറച്ച് പ്രയാസമുള്ള ഒരാളാണ് എന്ന് എനിക്ക് തോന്നിയത്.
പേഴ്സണലി ആയിരിക്കാം എനിക്ക് തോന്നുന്നത് ചിലപ്പോ. സത്യമാണ്. കറക്റ്റ് അല്ലേ? ആ ഇത്താത്ത ചിട്ടി ബാഗാണോ കയ്യിൽ കുറി പിരിക്കുന്ന ബാഗാണോ? ചിട്ടിക്കാരി പാത്തുമ്മല്ലേ? ഉണ്ടോ അതിൽ കാശ്? 1 ഉറുപ്പിക ആർക്ക് വേണം, നീ തന്നെ എടുത്തോ. ബെസ്റ്റ് ഓഫ് ലക്ക് ഷഫീഖ്. താങ്ക് യു ഫിറോസിക്ക. സജ്ലത അടിച്ചു പൊളിച്ചു കേട്ടോ. പട്ടർമാലിലെ നിങ്ങളെല്ലാവരും നല്ല സിംഗേഴ്സ് മാത്രമല്ല നല്ലൊരു ആക്ടേഴ്സ് കൂടിയാണെന്ന് എല്ലാവരും തെളിയിക്കാൻ കേട്ടോ. ഒരാൾ മാത്രമല്ല, എല്ലാവരും. കാരണം എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. പിന്നെ എനിക്ക് കൂടുതൽ ഇന്നത്തെ ഇതിൽ തിളങ്ങി നിന്നത് ഷജീർ നന്നായിട്ട് ചെയ്തു. എല്ലാവരും ചെയ്തു. എനിക്ക് കൂടുതൽ ഞാൻ ഷജീറിൻ്റെ ഒരു ആക്ടിങ് ആയിരുന്നു ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഫിറോസ്ക പറഞ്ഞതിനോട് ഞാനും യോജിക്കുന്നു. ഷഫീഖ് എക്സ്പ്രഷൻ കുറച്ച് കുറവാണെങ്കിൽ പോലും അത് വലിയൊരു ഇതായിട്ട് തോന്നിയില്ല ഈ പാട്ടിൽ. കാരണം നിന്റെ നല്ല വോയിസ് ആണ് കേട്ടോ, നല്ല ഡെപ്തുള്ള വോയിസ് ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നല്ല സുഖമുണ്ട് കേൾക്കാൻ. നല്ലൊരു ആ ഒരു എക്സ്പ്രഷൻ കുറവാണെങ്കിൽ കൂടി കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, കേൾക്കാൻ നല്ല സുഖമുണ്ടായിരുന്നു. നല്ല പാട്ട്, സൂപ്പർ പാട്ട്. കാരണം കൂടുതലൊന്നും ഈ പാട്ട് ഞാൻ റിയാലിറ്റി ഷോസിൽ പാടി കേട്ടിട്ടില്ല. കോമഡി റൗണ്ട്സ് കുറേ വന്നു പോയെങ്കിൽ പോലും അതിലൊന്നും ഈ പാട്ട് വന്നിട്ടില്ല. നല്ല സോങ് സെലക്ഷൻ ആയിരുന്നു. അത് ബെസ്റ്റ്. താങ്ക് യു സജ്ലത. നജീബിക്ക എന്താണ് ഇത്ര സീരിയസ്? സീരിയസ് അല്ല, കൂളാണ്. ഇപ്പൊ കൂളായി. തുടക്കത്തില് നന്ദിനി ചോദിച്ചല്ലോ ഒന്ന് ചിരിക്കാൻ പറ്റുമോ എന്നുള്ളത്. ഞാൻ ചിരി ഇതുവരെ കണ്ടില്ല ആക്ച്വലി. അതിനല്ലേ ഇവര് വന്നത്. അതാണ്, അവരാണ് ചിരിപ്പിക്കുന്നത് അല്ലേ? സത്യം പറഞ്ഞ ഷജീറിനാണ് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്, അതുകൊണ്ട് എനിക്കും ചിരി വന്നില്ല കേട്ടോ. ഭയങ്കര സീരിയസ്, ഒരു രക്ഷയില്ല. ഒന്ന് ചിരിക്കാവോ? ഇത് തന്നെയാണ് പിന്നെ പാടുമ്പം കുറച്ചുകൂടെ, ഇപ്പൊ ഇതൊരു പെർഫോമൻസ് റൗണ്ട് ആയതുകൊണ്ടാണ് കുറച്ചുകൂടെ ഒന്ന് ഇന്ററാക്ട് ചെയ്തേ. പുറകിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഷഫീഖ് നോക്കുന്നതേ ഇല്ല. കുറച്ചുകൂടെ ഒന്ന് ഇന്ററാക്ട് ചെയ്ത് പാടിക്കഴിഞ്ഞാൽ നമുക്ക് കാണുന്നവർക്കും കുറച്ചുകൂടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും. പാട്ടൊക്കെ നന്നായിട്ട് പാടിയിട്ടുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ പുറകിൽ പെർഫോമൻസ് ഒരു രക്ഷയില്ല. അവര് അതിലങ്ങ് തകർക്കുമായിരുന്നു. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നജീബിക്ക. ഇനി ഷഫീഖിന്റെ മാർക്സിലേക്ക് പോകാം. ഫിറോസിക്ക 40-37. സജ്ലത 28. നജീബിക്ക 26.5. ഷഫീഖിന്റെ ടോട്ടൽ മാർക്സ് 91.5 out of 100. ചിരിക്കും, മനസ്സ് തുറന്ന് ചിരിക്കൂ. ഷഫീഖ് ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. ഷഫീഖ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി നന്നായിട്ട് ചിരിക്കുന്നത് നമ്മൾ എല്ലാരും കണ്ടിട്ടുണ്ട്. ഇത് 3 പേരും ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചാണോ ലുങ്കി? യൂണിഫോം ആണ്. ഓക്കെ, അപ്പൊ ഷഫീഖ് ഓൾ ദി ബെസ്റ്റ്. നല്ല പെർഫോമൻസ് ആയിരുന്നു. പക്ഷെ ഇനി നന്നായിട്ട് നമുക്ക് പെർഫോം ചെയ്യണം ഈ വേദിയിൽ. പോകുന്നതിന് മുമ്പായിട്ട് ഷഫീഖിന് ഒരു ഗിഫ്റ്റ് ഉണ്ട്. ഈ ഗിഫ്റ്റ് ഷഫീഖിന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് മൂക്കിൽ വലിയ മുറിവൊക്കെ ആയിട്ട് ഇവിടെ നിൽക്കുന്ന, കത്തിയുമായിട്ട് നിൽക്കുന്ന ഷജീറിനെ ഞാൻ ക്ഷണിക്കുന്നു. ഷഫീഖിന്റെ ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് പ്രിൻസ് പട്ടുപാവാട, മാർക്കറ്റ് റോഡ്, എറണാകുളം.